السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. ഇന്നലെ അറവിനെ സംബന്ധിച്ച് ചില സുന്നത്തുകൾ പറയുകയുണ്ടായി. കത്തിക്ക് മൂർച്ച കൂട്ടണം, അറുക്കപ്പെടുന്ന മൃഗം അതിനെ കിടത്തേണ്ടതും അറുക്കേണ്ടതുമൊക്കെ പറഞ്ഞു. മറ്റൊരു മൃഗം കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ്റെയും ഇടയിലുള്ള വിട്ടുപിരിയൽ, അതിൻ്റെ കാരണം അറവുമായി ബന്ധപ്പെട്ട് സ്വന്തം തള്ള, അതിനെ പ്രസവിച്ച പശു കുഞ്ഞിനെ അറുക്കുന്നത്, കുഞ്ഞ് ചെറുതാവൂല, വലുതായിരിക്കും, അറുക്കുന്നത് കണ്ട് ആ തള്ളയെ ഒന്ന് മാറ്റിക്കെട്ടാനോ അതല്ലെങ്കിൽ കാണാതിരിക്കാനോ ശ്രദ്ധിച്ചില്ല എന്നതുകൊണ്ടാണെന്ന് ചരിത്രം. ഇവിടെ മറ്റൊരു അത്ഭുതകരമായ ചരിത്രം കൂടിയുണ്ട് മനസ്സിലാക്കാൻ. തലവ ഉസ്താദ് പറയുന്നു, ഒരു കൂട്ടമാടിനെ ഒരു ഖലീഫ അറബിന് കൽപ്പിച്ച വിവരം യത്തലായ ജസ്സാറിന്. ഒരു ഖലീഫ കുറേ ആടിനെ അറുക്കാൻ, അല്ലെങ്കിൽ കുറേ ആടിനെ കൂട്ടമാടിനെ കുറേ ആടിനെ അറുക്കാൻ, എന്തിനാണോന്നോ മറ്റൊന്നും ഇവിടെ അതില്ല. അത് ഉളുഹിയത്തിൻ്റെതാണോ, അതല്ല കല്യാണത്തിൻ്റെതാണോ, അല്ലെങ്കിൽ മറ്റർക്കെങ്കിലും വിതരണം ചെയ്യാൻ വേണ്ടിയാണോ, നേർച്ചയാണോ, സദക്കയാണോ, ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും കുറച്ചാടിനെ അറുക്കാൻ കൽപ്പിച്ചു. അതറിഞ്ഞുകൊണ്ട് ജസാർ എന്ന് പറഞ്ഞാൽ കശാപ്പുകാരൻ, അറുക്കുന്ന വ്യക്തി വന്നു. ജസാർ അതിൽ നിന്നും കുറച്ചറുക്കുന്നതായി വിശ്രമത്തിനോ മറ്റെന്തിനോ സ്ഥലം വിടലുമായി. കുറെ ആടുണ്ടായിരിക്കും, കുറച്ചാടിനെ അറുത്തിട്ട് അദ്ദേഹത്തിന് ചായ കുടിക്കാനോ വിശ്രമിക്കാനോ, എന്തായാലും കത്തി ഇവിടെ വെച്ചിട്ട് അദ്ദേഹം പുറത്തോട്ട് പോയി. ക്ഷണം തന്നെ ബാക്കി അറുക്കുവാൻ തിരിച്ചെത്തലായി, നോക്കുന്ന സമയം കത്തിയും കാണാത്തതായി. തിരിച്ചു വരുമ്പോൾ കത്തി കാണുന്നില്ല അറുക്കാനായി. അല്ലാഹ് എന്തു ചെയ്യും? കശാപ്പുകാരൻ ഇടം വലം നോക്കുന്നതായി, താൻ സംശയിച്ചൊരു വ്യക്തിയെ പിടിക്കുന്നതായി. അവിടെ എല്ലാം നോക്കി. കാരണം അറവിന്റെ കത്തി എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചക്കറി അരിയുന്ന അല്ലെങ്കിൽ മീൻ വെട്ടുന്ന കത്തിയല്ല, നല്ല മൂർച്ചയുള്ള വെയിറ്റുള്ള വിലയുള്ള കത്തിയായിരിക്കും. അദ്ദേഹം അവിടെ എല്ലാം നോക്കിയിട്ട് കാണാതായപ്പോ അദ്ദേഹം അറുത്ത സ്ഥലത്തെ ആ ഭാഗത്തവിടെ നിന്ന ഒരു വ്യക്തിയെ സംശയത്തിന് അദ്ദേഹം പിടിക്കുകയാണ്. നീ തന്നെയാണ് അറവിന്റെ കത്തിയെടുത്തത് എന്നും പറഞ്ഞൊരു ബഹളമായി പിന്നീടത്. നീ തന്നെയാണ് കത്തിയെടുത്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കരമായ ബഹളം ഉണ്ടായി. ഭയങ്കരമായ ബഹളം. അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സമ്മതിക്കുന്നുമില്ല. ബഹളമായി. ഇവ മുഴുവനും വീക്ഷിച്ച് അല്പം അകലെയായി നിലനിന്നിരുന്നൊരു മാന്യനും സ്ഥലത്തെത്തലായി. ഇതെല്ലാം, ഈ ബഹളവും ഈ വന്നതും പോയതും കണ്ടതെല്ലാം കേട്ടിട്ട് അപ്പുറത്ത് മറ്റൊരു വ്യക്തി നിന്നു. അദ്ദേഹം പെട്ടെന്ന് സ്ഥലത്തെത്തി. എന്നിട്ടയാൾ പറയുന്നു, വേണ്ട ഷണ്ഠയും എടുത്തിട്ടുമില്ല വിടുന്നൊരാളും കത്തിയും. ഇദ്ദേഹവും എടുത്തിട്ടില്ല, മറ്റൊരാളും ഇവിടെ കത്തിയെടുത്തോണ്ട് പോയില്ല. കശാപ്പുകാരൻ കത്തി വെച്ചാ പോയത്, ഉടൻ തന്നെ ഒരാടതിൽ നിന്നു വന്നു കടിച്ചത്. അറുത്തോണ്ടിരിക്കുമ്പോഴാണത് അദ്ദേഹം പോയത്. കത്തി അവിടെ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഒരാട് വന്ന് ആ കത്തി കടിച്ചു കൊണ്ടുപോയി. എന്നിട്ടു അക്കാണുന്ന കിണറിൽ കൊണ്ടതും ഇട്ടാണ് പിന്നീ കൂട്ടമിൽ നിൽക്കുന്നതും. ആ ആട് ആ കത്തിയെടുത്ത് തൊട്ടടുത്ത കിണറ്റിൽ കൊണ്ടിട്ടു. ഒന്നും അറിയാത്ത മട്ടിൽ ആ ആട് തിരിച്ച് ഈ അറുക്കപ്പെടുന്ന കൂട്ടത്തിന്റെ അടുക്കൽ, ആ ആടും പ്രതിയാണ്, ആ ആടും അറുക്കപ്പെടുന്ന ആടാണ്, അതിനിടയിൽ വന്ന് നിന്നു. ഇത് അത്ഭുതത്തോടാണ് ഞാൻ വീക്ഷിച്ചത്, പിന്നെന്തിനാ തമ്മിൽ വഴക്കടിക്കുന്നത്? ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഇതാണ് സംഭവം എന്ന് ആ കശാപ്പുകാരനോട് കാര്യം പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞന്ന് പിന്നെ ഖലീഫയും കിണറിൽ ഒരാളെ ഇറക്കി നോക്കാൻ കത്തിയും. പിന്നെ അറക്കാൻ കത്തിയില്ല,
സംഭവം രാജാവിനോട് പറഞ്ഞു കാണും, ഖലീഫയോട് പറഞ്ഞു കാണും. അങ്ങനെ ഈ സംഭവം അറിഞ്ഞ് ഖലീഫ പറഞ്ഞു, എന്നാൽ നോക്കാം, കിണറ്റിന്റെ അടിക്ക് തിരഞ്ഞ സമയം കത്തിയും ലഭിക്കുന്നു അത്ഭുതത്തോടെ നിന്ന് ഖലീഫയും. നോക്കുമ്പോ അതിന്റെ അടിയിൽ നിന്ന് കത്തി കിട്ടുകയാണ്. നോക്കാം, മജാലിസുസനിയായിൽ ഇത് 47-ാം പേജിലാ പറയുന്നത്. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം. നമ്മൾ വിചാരിക്കും മൃഗങ്ങളൊക്കെ മിണ്ടാപ്രാണികളാണ്, എന്ത് മുന്നിൽ വെച്ച് ചെയ്താലും അവരറിയുന്നില്ല, അവർ കേൾക്കുന്നില്ല. മൃഗത്തെ വളർത്തുന്നവർ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവറ്റകളെ വളരെ മാന്യമായി, വളരെ സന്തോഷത്തോടു കൂടി സ്നേഹിക്കാനും വേണ്ടുന്നതെല്ലാം കൊടുക്കാനും തയ്യാറാവണം. അല്ലാതെ ഒരാളും വളർത്തരുത്. ഒരു മൃഗത്തിനെ വേണ്ട പോലെ വളർത്തി കൊണ്ടുവന്നാലുള്ള കൂലി ചെറുതല്ല. അതുകൊണ്ട് ഈ സംഭവം തന്നെ നമുക്ക് എമ്പാടും വലിയ വലിയ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്, വലിയ വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മുമ്പിൽ വെച്ച് കത്തി തേക്കുകയോ അല്ലെങ്കിൽ അറുക്കുകയോ ഒന്നും ചെയ്യരുത്. അത് മറ്റുള്ള മൃഗത്തിന് വിഷമമാണ്. അത് ഉള്ളുകൊണ്ട് കരയും. കരയാൻ അത് ശബ്ദമിടാത്തതിൻ്റെ പേരിൽ നമ്മൾ ആരും അറിയുന്നില്ല. അതുകൊണ്ട് എന്തുമാകാം എന്ന് നാം തീരുമാനിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും, മനുഷ്യരോടും മൃഗങ്ങളോടും എല്ലാ വസ്തുക്കളോടും സ്നേഹത്തോടെ പെരുമാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.